നമസ്കാരം. ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതുപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓൺ പാസീവിനെതിരെ SEC അമേരിക്കയിലെ ഫെഡറൽ കോർട്ടിൽ സമർപ്പിച്ച ആരോപണങ്ങളുടെ കേസ് ഫയലിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. നമുക്ക് SECയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.sec.gov എന്ന അഡ്രസ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അത് വിശദീകരിക്കാം. ഇവിടെ സെർച്ച് കോളത്തിൽ ഓൺ പാസീവ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ ആഷ് മുഫാരെ ആൻഡ് ഓൺ പാസീവ് LLC എന്ന ഈ ഫയൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ SEC ഓൺ പാസീവിനെതിരെ കുറ്റം ചുമത്തി തെളിയിച്ചതും ഫെഡറൽ കോർട്ട് അവ അംഗീകരിച്ച് വിധി എഴുതിയതുമായ 43 പേജുകളുള്ള ഒരു PDF ഫയൽ നമുക്ക് കാണാനും ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും. ഇനി ഇതിൽ എന്തെല്ലാമാണ് പ്രധാനമായും പറയുന്നത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് പരിശോധിക്കാം. ആമുഖമായി പറയുന്നത്, അമേരിക്കൻ സർക്കാർ പറയുന്നത് ഓൺ പാസീവ് എന്ന സ്ഥാപനം ഒരു യഥാർത്ഥ സോഫ്റ്റ്വെയർ കമ്പനിയല്ല, പകരം ആളുകളിൽ നിന്ന് പണം ശേഖരിക്കുന്ന ഒരു പിരമിഡ് തട്ടിപ്പ് സംവിധാനമാണ് എന്നാണ്. ഇതിൽ പേജ് 1 പറയുന്നത് പ്രധാന പ്രതി ആഷ് മുഫാരെയും അദ്ദേഹത്തിന്റെ കമ്പനിയായ ഓൺ പാസീവും ഒപ്പം ഫൗണ്ടേഴ്സിൽ നിന്നും സ്വരൂപിച്ച പണം ആഷ് മുഫാരയുടെ ഭാര്യ അസ്മഹാൻ മുഫാരെയും കൈപ്പറ്റി എന്നതുമാണ്. പേജ് 2 പറയുന്നതോ, ലോകത്തിലെ വലിയ IT കമ്പനികളെ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് വലിയ സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു IT ഉൽപ്പന്നവും പുറത്തിറങ്ങിയില്ല എന്നതായിരുന്നു. 3-ാമത്തെ പേജിൽ വെറും $97 കൊടുത്താൽ ഈ കമ്പനിയുടെ ഒരു ഫൗണ്ടർഷിപ്പ് ലഭിക്കുമെന്നും അവരുടെ താഴെ കൂടുതൽ ഫൗണ്ടർമാരെ ചേർത്തിയാൽ കൂടുതൽ വരുമാനം കിട്ടുമെന്നും ആഷ് മുഫാരെ വാഗ്ദാനം ചെയ്തു. ഇതൊരു പിരമിഡ് പ്രവർത്തനമാണ്. അതായത് ഒരാളുടെ താഴെ പുതിയ ആളെ ചേർത്തി അവന്റെ പണം മുകളിലുള്ളവന് കൊടുക്കുന്ന ഇല്ലീഗൽ ബിസിനസ് ആണെന്നാണ് SEC കണ്ടെത്തിയത്. ഇത് അമേരിക്കയിലും മറ്റെല്ലാ രാജ്യത്തും നിയമവിരുദ്ധമാണ്. അതായത് ഒരു ബിസിനസിന്റെ പ്രധാന വരുമാനം ഉൽപ്പന്നമോ സേവനമോ വിൽക്കുന്നതിൽ നിന്നല്ല, മറിച്ച് അത് പുതിയ ആളുകളെ ചേർക്കുന്നതിൽ നിന്നാണെങ്കിൽ അത് പിരമിഡ് സ്കീമാണ്. പക്ഷേ ഓൺ പാസീവിൽ പിരമിഡ് പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ആഷ് മുഫാരയുടെ മാസ്റ്റർ ഫ്രോഡ് മൈൻഡ്. അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആഴത്തിലിറങ്ങി മനസ്സിലാക്കി ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഓൺ പാസീവ് നടത്തിയ ആദ്യത്തെ കുറ്റകൃത്യം SECയിൽ രജിസ്റ്റർ ചെയ്തില്ല എന്നതായിരുന്നുവല്ലോ. അതിനാൽ SECയുടെ കണ്ടെത്തലിൽ ഓൺ പാസീവ് നിയമവിരുദ്ധമായി 8 ലക്ഷത്തോളം വരുന്ന ഫൗണ്ടേഴ്സിൽ നിന്നും 11,20,000 ഐഡികൾ വിറ്റതിലൂടെ ഇല്ലീഗലായി $108 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ശരിയാണ്, ഈ പണം അവൻ പിരമിഡ് സിസ്റ്റത്തിലൂടെ ഫൗണ്ടേഴ്സിലേക്ക് വിതരണം ചെയ്തിട്ടില്ല. എന്നാൽ ആ പണം അവൻ എന്തു ചെയ്തു? SEC കണ്ടെത്തിയത് ഇതാണ്. ആ പണം ആഷ് മുഫാരെ അനാവശ്യമായി മാർക്കറ്റിംഗ് നടത്തുന്നതിനു വേണ്ടിയും പുതിയ ഓഫീസുകൾ തുടങ്ങുന്നതിനു വേണ്ടിയും എംപ്ലോയീസിന്റെ സാലറികൾക്ക് വേണ്ടിയും അവന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചു എന്നതായിരുന്നു. എങ്കിലും അതിൽ ബാക്കി തുക ബാലൻസ് ഉണ്ടാകുമല്ലോ. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ പക്കൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതിന്റെ എല്ലാം വരവ് ചെലവ് കണക്കുകൾ എങ്ങനെയായിരിക്കുമെന്ന് ബിസിനസ് ഇക്കോണമിസ്റ്റുകൾ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഇവിടെ ആഷ് മുഫാരെ പിരമിഡ് പദ്ധതി നടത്തി ഫൗണ്ടേഴ്സിനെ വഞ്ചിക്കാനുള്ള കെണിയൊരുക്കിയത്. അതെങ്ങനെയെന്നാൽ, അവൻക്കറിയാമല്ലോ SECയിൽ ഓൺ പാസീവ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും ഫൗണ്ടേഴ്സിൽ നിന്നും ഇല്ലീഗലായി ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നും. അതുകൊണ്ട് തന്നെ ഓൺ പാസീവിന്റെ ഒരു പ്രോഡക്റ്റും നിയമപരമായി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യിച്ച് വരുമാനമുണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന് അവൻക്ക് പൂർണ്ണ ബോധ്യവും ഉണ്ടായിരുന്നു. അവന്റെ പ്ലാൻ ഫൗണ്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരിക്കൽ കൂടി O കണക്റ്റിന്റെ സബ്സ്ക്രിപ്ഷന്റെ പേരും പറഞ്ഞ് പണമടപ്പിക്കുന്നതിലൂടെ സ്വാഭാവികമായി ഒരു ഫൗണ്ടർ O കണക്റ്റ് സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ അവന്റെ മുകളിലുള്ള ഫൗണ്ടർക്ക് കമ്മീഷൻ കൊടുക്കാമല്ലോ എന്നതായിരുന്നു ഉദ്ദേശം. ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാരണം SECയിൽ ഓൺ പാസീവ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് അവർക്കൊരിക്കലും പബ്ലിക്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റും ലോഞ്ച് ചെയ്യിപ്പിക്കാനും അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഫൗണ്ടേഴ്സ് അല്ലാത്ത പുറത്ത് പബ്ലിക്കിലെ ജനങ്ങളിലേക്ക് വിൽക്കുവാൻ നിയമപരമായി അനുവാദമില്ലായിരുന്നു. അതിനാൽ ഫൗണ്ടേഴ്സിൽ നിന്ന് തന്നെ O കണക്റ്റിന്റെ സബ്സ്ക്രിപ്ഷൻ മേടിച്ച് ഇങ്ങനെയൊരു പിരമിഡ് രീതിയിൽ വരുമാനം കൊടുത്ത് കുറച്ചുകാലം അങ്ങനെയൊരു മണി റൊട്ടേഷൻ നടത്തി പതിയെ തടി തപ്പാമെന്നതായിരുന്നു അവന്റെ പ്ലാൻ എന്നാണ് SECയുടെ കണക്കുകൂട്ടലിൽ അവരെത്തിച്ചേർന്നത്. ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്തായിരുന്നുവല്ലോ SEC ഇതിൽ ഇടപെട്ടതും ഫൗണ്ടേഴ്സിൽ നിന്ന് വരുന്ന സബ്സ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓൺ പാസീവിലെ പിരമിഡ് പദ്ധതി എന്തായിരുന്നു എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കൊടുത്ത ഫൗണ്ടർഷിപ്പിന്റെ പണം അവൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായി ധൂർത്തടിച്ചും അവന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിച്ചു. പിന്നെ O കണക്റ്റിന്റെ സബ്സ്ക്രിപ്ഷനിലൂടെ ഫൗണ്ടേഴ്സിന്റെ പണം കൊണ്ട് തന്നെ പിരമിഡ് പദ്ധതിയും നടത്താനുമുള്ള പ്ലാനിങ്ങിലുമായിരുന്നു. ഇത്ര തന്നെ. ഇനി പേജ് 4 മുതൽ പ്രധാനമായി പറയാൻ പോകുന്നത് ഓൺ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പ് നടത്തിയതിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഓൺ പാസീവിന്റെ തട്ടിപ്പിന്റെ ചുരുളഴിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും ആഴത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആദ്യത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ
ബാക്കിയുള്ള പേജുകൾ വേഗത്തിൽ ഓടിച്ചു പോയാൽ പോലും കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. സോ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.